Morning all. Good morning, ma'am. Okay. In the last class we are discussing about design models. Design models shows the objects and the classes and the relationship between these entities. There are mainly two types of object models. First is structural model or static model. Another one is dynamic model. Structural model defines the static structure. Okay. Important relations that must be documented in structural models. In dynamic models, we can describe the dynamic structure of the system. And it also shows the expected runtime interactions between the system objects. There are mainly three types of models that use for UML design, like subsystem model, sequence model, and state machine model. Subsystem മോഡലൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സീക്വൻസ് മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് അതിന്റെ ഫിഗർ ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. സീക്വൻസ് മോഡൽ. സീക്വൻസ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദി സീക്വൻസ് ഓഫ് ഒബ്ജക്ട്. ദാറ്റ് മീൻസ് ഇന്ററാക്ഷൻസ്. ഇന്ററാക്ഷനിൽ എങ്ങനെയാണ് സീക്വൻസ് വെച്ച് നമ്മൾ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാം, അതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെതർ ഇന്ററാക്ഷൻ സിസ്റ്റത്തിന്റെ ഒരു വെതർ റിപ്പോർട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഇവിടെ ഒരു സീക്വൻസ് ഡയഗ്രാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ സീക്വൻസ് ഡയഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. സോ സീക്വൻസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡൈനാമിക് മോഡൽ that describes the interaction of sequence of objects. And also, designing a document, you should produce sequence model for each interaction. നിങ്ങൾ ഡോക്യുമെന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സീക്വൻസ് മോഡൽ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം യൂസ് കേസ് മോഡലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ യൂസ് കേസിന്റെ സീക്വൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടി പറ്റും. സബ്സിസ്റ്റം മോഡലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് മെഷീൻ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഹൈ ലെവൽ ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാനോ അതേപോലെ തന്നെ ഈസിലി ഐഡന്റിഫൈ ചെയ്യാനും പറ്റണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് സീക്വൻസ് ഡയഗ്രാം. ഓക്കെ, here is a picture for sequence diagram describing data collection regarding weather report. Okay, ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ടല്ലോ. ആ ഫിഗറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി ടോപ്പിലായിരിക്കും റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവിടെ കുറെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാറ്റ് കമ്മ്യൂണിക്കേഷൻ, വെതർ സ്റ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏറ്റവും ടോപ്പിലാണ്. ഓക്കെ, UML ഡയഗ്രാം, UML സീക്വൻസ് ഡയഗ്രാം ആണിത്. ഇതിൽ ഓരോ ഒബ്ജക്റ്റും ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ആ ഒബ്ജക്റ്റ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ടോപ്പിൽ കാണാൻ പറ്റും. ടോപ്പ് ടു ബോട്ടം ആണ് ഇതിന്റെ റീഡിങ് ഇത് വരുന്നത്. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് ഇതിന്റെ റീഡിങ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ആ ഒബ്ജക്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് റിസീവ്സ് എ റിക്വസ്റ്റ് ഫ്രം വെതർ ഇൻഫർമേഷൻ സിസ്റ്റം ടു കളക്ട് വെതർ റിപ്പോർട്ട് ഫ്രം വെതർ സ്റ്റേഷൻ. ചാറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യുന്നത്? ഇവിടെ കുറെ ഫിഗേഴ്സിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, ഓരോന്നും എന്താന്ന് പറയാം. ചാറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് റിസീവ്സ് റിക്വസ്റ്റ് ഫ്രം വെതർ ഇൻഫർമേഷൻ സിസ്റ്റം ടു കളക്ട് വെതർ റിപ്പോർട്ട് ഫ്രം വെതർ സ്റ്റേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? വെതർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി കുറെ വെതർ റിക്വസ്റ്റ് കൊടുക്കുകയാണ് അല്ലെ, ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഒബ്ജക്റ്റ് ഒക്കെ എഴുതാണ്. അപ്പൊ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെതറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ റിസീവ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കും. ഓക്കെ, ഇനി ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്നോളജസ് ദ റെസിപ്റ്റ് ഓഫ് റിക്വസ്റ്റ്. അവിടെ എക്നോളജ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എക്നോളജ്മെന്റ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, താഴെ എക്നോളജ്മെന്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം. റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ എക്നോളജ് ദാറ്റ്.
ഓക്കെ. ദെൻ അതിന് താഴോട്ടേക്ക് ഒരു തിക്ക് ആരോ മതി. ഇവിടെ ഒരു പിന്നെ സ്ക്വയർ പോലെ കുറെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കണ്ട, ആ ഇതിന് അക്നോളജ്മെന്റ് ഒന്നും കൊടുക്കണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് എന്തെങ്കിലും എല്ലാ കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് അക്നോളജ്മെന്റ് കൊടുക്കണം എന്ന് മറ്റൊന്നുമില്ല. ചില സമയത്ത് എന്താണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആ സമയത്ത് അക്നോളജ്മെന്റ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ചില സിറ്റുവേഷനിൽ നമ്മൾ എന്തായാലും എന്താണ് അക്നോളജ്മെന്റ് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ വേണ്ട. Sat communication also send message to weather station via satellite link and create summary of collected weather data. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്തിട്ട് അതിന്റെ സമ്മറി ആയിരിക്കും വെതർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കൊടുക്കുന്നുണ്ടാവുക. അല്ലാതെ കംപ്ലീറ്റ് ഡാറ്റയല്ല, വെതർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് കൊടുക്കുന്നത് എന്താണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ സമ്മറി ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്നോളജ്മെന്റ് കിട്ടാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എക്നോളജ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഗെയിൻ എന്ത് ചെയ്യും, സാറ്റ് കമ്മ്യൂണിക്കേഷൻ റിക്വസ്റ്റ് കൊടുക്കും. ദെൻ അതിന് പിന്നെ റിപ്ലൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യും, ദെൻ അയച്ചിട്ടും. ഇതാണ് അവിടെ നടക്കുക. എക്നോളജ്മെന്റിന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് സസ്പെൻഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക, അതിന്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മറി ക്രിയേറ്റ് ചെയ്യുക, ദെൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാം, വെതർ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. വെതർ സ്റ്റേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് സെൻഡ് എ മെസ്സേജ് ടു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഒബ്ജക്ട്. അവിടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്നൊരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ വെതർ സ്റ്റേഷൻ സെൻഡ് എ മെസ്സേജ് ടു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഒബ്ജക്ട് ടു സമ്മറൈസ് ദി വെതർ ഡാറ്റ. വെതർ ഡാറ്റ സമ്മറൈസ് ചെയ്യണം പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ലിങ്കിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും. ഓക്കെ. ഈ സ്ക്വയർ ആയിട്ടുള്ള പിന്നെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാം. സ്ക്വയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ല, റെപ്രസെന്റേഷൻ അവിടെ കാണാൻ പറ്റും. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഇൻസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യില്ലേ, ആ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ആണ് ആ സ്ക്വയർ പോലെ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ ഇൻസ്റ്റൻസിലൂടെയാണ് ദേ ക്യാൻ വെയിറ്റ് ഫോർ റിപ്ലൈ. ആ ഇൻസ്റ്റൻസിലൂടെയാണ് ഓരോ ഒബ്ജക്റ്റും റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ സമ്മറൈസ്ഡ് മെത്തേഡ്സിനെ കോൾ ചെയ്യില്ല ത്രൂ വെതർ ഡാറ്റ ആൻഡ് വെയിറ്റ് ഫോർ എ റിപ്ലൈ. എന്താ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്താ ചെയ്യുന്നത്, സമ്മറൈസ്ഡ് മെത്തേഡിനെ കോൾ ചെയ്യും ആൻഡ് ഓൾസോ വെയിറ്റ് ഫോർ എ റിപ്ലൈ. ഓക്കെ. ദ വെതർ ഡാറ്റ സമ്മറി ഈസ് കമ്പ്യൂട്ടഡ് ആൻഡ് റിട്ടേൺ ടു വെതർ സ്റ്റേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. നമുക്ക് കിട്ടുന്ന ഡാറ്റയുടെ സമ്മറി ഉണ്ടല്ലോ, ആ ഡാറ്റയുടെ സമ്മറി വെതർ സ്റ്റേഷനിലേക്ക്, വെതർ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴിയായിരിക്കും. ആൻഡ് വെതർ സ്റ്റേഷൻ calls the satellite communication object to transmit summarized data. വെതർ സ്റ്റേഷൻ എന്താ ചെയ്യാം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഇതൊരു സീക്വൻസ് ഡയഗ്രം ആണ്, ഡാറ്റ കളക്ഷന്റെ സീക്വൻസ് ഡയഗ്രം ആണ്. ഇവിടെ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കും. ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പിലായിരിക്കും. ടോപ്പിന് ബോട്ടത്തിലേക്കാണ് നിങ്ങൾ ഡാറ്റ ഓരോന്നും ഒബ്ജക്റ്റ് ഓരോന്നും റീഡ് ചെയ്യേണ്ടത്. കാണാം, ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് വേർട്ടിക്കലി ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് വേർട്ടിക്കലി ആണ്. ഈ ആരോ മാർക്ക് വെച്ച് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടൈം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആരോ മാർക്ക് കാണാം. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആരോ മാർക്ക് ഓരോന്നും ലേബിൾ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെതർ സ്റ്റേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ഉണ്ട്, വെതർ ഡാറ്റ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുക. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കും. കിട്ടിയ റിക്വസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് കൊടുക്കും. അക്നോളജ്മെന്റ് എപ്പോഴും കൊടുക്കണമെന്നില്ല. ഇനി എപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അടുത്ത ഇൻഫർമേഷൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കാം, ദെൻ അക്നോളജ് ചെയ്യുക. ഇങ്ങനെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും പിന്നെ വെതർ സ്റ്റേഷനും ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്താണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ. ദെൻ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും വെതർ സ്റ്റേഷനും ഒക്കെ പറയുന്ന ഒബ്ജക്ട്സ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺകറന്റ് ആയിട്ട് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോ ഒബ്ജക്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺകറന്റ് ആയിട്ട് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്. എവിടെയും നമ്മുടെ പ്രോസസ്സ് റെസ്യൂം ആയിട്ടാണോ സസ്പെൻഡ് ആയിട്ടാണെന്നും പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെക്കുന്നത്. ഓക്കെ. ദെൻ
വേറൊരു മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഈ സബ് സിസ്റ്റം മോഡലും അതുപോലെ സീക്വൻസ് മോഡലും അല്ലാതെ വേറൊരു മോഡൽ കൂടി നമുക്കിവിടെ യൂസ് ചെയ്യാം. ആ മോഡലാണ് സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഷീൻ മോഡൽ എന്ന് പറയും. സ്റ്റേറ്റ് മെഷീൻ മോഡൽ യു ക്യാൻ യൂസ് സ്റ്റേറ്റ് മെഷീൻ മോഡൽ ടു ഷോ ഹൗ ഒബ്ജക്ട് ഇൻസ്റ്റൻസ് ചേഞ്ചസ് the state depending upon the message that receives. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രം ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിപ്ലൈ വരും അല്ലെ. ഒബ്ജക്റ്റ് ഓരോ ഒബ്ജക്റ്റും ഡിഫറെന്റ് സർവീസ് റിക്വസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതിന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വേയിലായിരിക്കും. അപ്പൊ റിക്വസ്റ്റ് കൊടുക്കുക അതിന്റെ റെസ്പോണ്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പം ചേഞ്ചസ് ഉണ്ടാവുന്നത് നമ്മുടെ ഡയഗ്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് തന്നെ ഇൻസ്റ്റൻസിനൊക്കെ എപ്പോഴും ചേഞ്ചസ് ഉണ്ട്. അപ്പൊ റൺ ടൈമിലൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നതെങ്കിൽ ആ റൺ ടൈം ചേഞ്ചസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ലെവൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം സർവീസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കും, അതിന് റെസ്പോൺസും കിട്ടും. ഈ റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്താ പറയാ ഡിഫറെന്റ് വേയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ റെസ്പോൺസ് നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വെക്കണം. ആ റെസ്പോൺസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ ലെവൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യണം. ആ ഹൈ ലെവൽ ആപ്ലിക്കേഷനാണ് ഈ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ ഒബ്ജക്റ്റിനൊക്കെ സ്റ്റേറ്റ് ഡയഗ്രാം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. സിമ്പിൾ ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, സിമ്പിൾ ഒബ്ജക്റ്റിന്റെ അൺനെസറി ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഈ പ്രോഗ്രാമിനുള്ളിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിനുള്ളിൽ കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്താണ് ഒരു ബേർഡൻ ആയിട്ട് മാറും. അപ്പം മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിന്റെ പിന്നെ ബിഹേവിയർ എപ്പോഴൊക്കെയാണോ ചേഞ്ച് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഡയഗ്രം റെപ്രസെന്റേഷൻ വരുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ നമുക്കൊരു വെബ് സ്റ്റേഷന്റെ സ്റ്റേറ്റ് ഡയഗ്രം കാണാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ് ഡയഗ്രം ഓക്കെ. ഇവിടെ കുറച്ച് ടേംസ് ഉണ്ട്. ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ടേംസ് തന്നെയാണ്. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെയാണ് വെബ് സ്റ്റേഷൻ സ്റ്റേറ്റ് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ കുറച്ച് ടേംസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഷട്ട് ഡൗൺ, റണ്ണിങ്, ടെസ്റ്റിംഗ്, അതേപോലെ കോൺഫിഗറിങ്, കളക്ടിങ് ഒക്കെ പറഞ്ഞിട്ട് കുറെ ടേംസ് ഉണ്ട് കാണും. അപ്പൊ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഹിയർ സിസ്റ്റം സ്റ്റേറ്റ് ഷട്ട് ഡൗൺ ആണ് വിചാരിച്ചത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷട്ട് ഡൗൺ. അപ്പൊ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഷട്ട് ഡൗണിലാണെങ്കിൽ it can respond to restart or a reconfigure or power save message. സിസ്റ്റത്തിന് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന മെസ്സേജ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ സ്റ്റേറ്റിലാണെങ്കിൽ അത് റീസ്റ്റാർട്ടിലേക്കും റീകോൺഫിഗറിലേക്കും പവർ സേവിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും ഫംഗ്ഷൻ അവിടെ പെർഫോം ചെയ്യാം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അൺലേബിൾഡ് ആയിട്ടുള്ള ഒരു എറോ കാണാം. ഒരു ബ്ലാക്ക് ഹെഡ് മേലെയുള്ള ഒരു അൺലേബിൾഡ് പിന്നെ എറോ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ഷട്ട് ഡൗൺ ആണെന്ന് കാണിക്കുന്നതാണ്. an arrow mark you can see that with the black head. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഷട്ട് ഡൗൺ ആണെന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് ഷട്ട് ഡൗൺ. ഇനി ഈ ഷട്ട് ഡൗൺ സ്റ്റേറ്റിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? റീസ്റ്റാർട്ട് മെസ്സേജ് ഉണ്ടാകാം, അതുപോലെ റീകോൺഫിഗർ ഓർ പവർ സേവ്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഇനി റീസ്റ്റാർട്ട് മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കോസസ് എ നോർമൽ ഓപ്പറേഷൻ. റീസ്റ്റാർട്ട് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മൾ ചെയ്യാം. സോ അതൊരു നോർമൽ ഓപ്പറേഷൻ ആയിരിക്കും. പവർ സേവും റീകോൺഫിഗർ മെസ്സേജും ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ സിസ്റ്റം ഇറ്റ്സെൽഫ് ആണ് റീകോൺഫിഗർ ചെയ്യുവാണ്. റീസ്റ്റാർട്ട് മോഡ് ആണെങ്കിൽ അതിന് അർത്ഥം എന്താ? ഇറ്റ്സ് നോർമൽ ഓപ്പറേഷൻ അല്ലെ. ഷട്ട് ഡൗൺ ആയ ഒരു സിസ്റ്റത്തെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയാം. ബട്ട് പവർ സേവോ അല്ലെങ്കിൽ റീകോൺഫിഗറോ ആണെങ്കിൽ അത് എന്താ, പവർ സേവിലേക്കോ റീകോൺഫിഗറിലേക്കോ സിസ്റ്റം തന്നെ പോകുന്നതാണ്. സിസ്റ്റം തന്നെ പോകുന്നത്. അതിൻ്റെ എക്സ്റ്റേണൽ ഓപ്പറേഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. ഇനി സിസ്റ്റം ഇവിടെ നിങ്ങൾക്ക് എന്താണ് റീകോൺഫിഗറും പവർ സേവും ഒരുമിച്ചാണ് കാണാൻ പറ്റുക. ഇതെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റീകോൺഫിഗർ ചെയ്യുന്ന സമയത്ത് പവർ സേവിങ് മോഡിലേക്ക് പോവാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. റീസ്റ്റാർട്ട് ആണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട, അതൊരു നോർമൽ ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് റണ്ണിങ് സ്റ്റേറ്റ്. അത് എന്താണ്, റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സിസ്റ്റം എക്സ്പെക്ട് ഫർദർ മെസ്സേജസ്. ഷട്ട് ഡൗൺ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഷട്ട് ഡൗൺ സ്റ്റേറ്റിലേക്ക് പോകും. റീസ്റ്റാർട്ട് മെസ്സേജ് വരുമ്പോഴേക്ക് അത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും. അതാണ് നമ്മുടെ നോർമൽ ഓപ്പറേഷൻ എന്താ, റീസ്റ്റാർട്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം നേരെ ഇങ്ങോട്ടേക്ക് പോകും, റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും.
ഷട്ട് ഡൗൺ മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ സിസ്റ്റം നേരെ ഷട്ട് ഡൗണിലേക്ക് പോകും. ദെൻ ഇവിടെ റിപ്പോർട്ട് വെദർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫംഗ്ഷൻ കാണാൻ പറ്റും. റിപ്പോർട്ട് വെദർ. ആ റിപ്പോർട്ട് വെദർ എന്ന് പറയുന്ന മെസ്സേജ് നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം സമ്മറൈസിങ് സ്റ്റേറ്റിലേക്കാണ് പോവുക. റിപ്പോർട്ട് വെദർ എന്ന് പറയുന്ന മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ഗോ ടു സമ്മറൈസ് സ്റ്റേറ്റ്. സമ്മറി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം എങ്ങോട്ടേക്ക് പോകും? ട്രാൻസ്മിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ടു ദി റിമോട്ട് സിസ്റ്റം. എന്താ പറഞ്ഞത്? ഇപ്പോൾ റണ്ണിങ്ങിൽ വന്നപ്പോൾ സിസ്റ്റം എന്താണ് കൂടുതൽ മെസ്സേജസ് റിസീവ് ചെയ്യാൻ തയ്യാറാണ് അല്ലെ, റെഡിയാണ് റണ്ണിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിപ്പോർട്ട് വെദർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഒരു മെസ്സേജ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം സമ്മറൈസ് ചെയ്യാൻ തുടങ്ങും. വെദർ ഡാറ്റനെ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് എങ്ങോട്ട് പോകും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാകുമ്പോൾ ദെൻ അഗെയിൻ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് പോകും. ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഷട്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ സിസ്റ്റം വിൽ ഗോ ടു ഷട്ട് ഡൗൺ സ്റ്റേറ്റ്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? ഇനി എന്തെങ്കിലും ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് സിഗ്നൽ അവിടെ എക്സ്ട്രാ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം മൂവ് ടു കളക്ടിങ് ഡാറ്റ. അവിടെ സിഗ്നൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോക്ക് സിഗ്നൽ അവിടെ റിസീവ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡാറ്റ എവിടുന്ന കളക്ട് ചെയ്യാം? ഫ്രം ഡിഫറെൻറ്റ് കോമ്പണൻസ്. ആ കോമ്പണൻസ് മേ ബി സെൻസേഴ്സ് ഒക്കെ ആയിരിക്കാം. അപ്പം ഡിഫറെൻറ്റ് കോമ്പണൻസിൻ്റെ അകത്ത് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങും. ദെൻ ലാസ്റ്റ് ഒരു റിമോട്ട് കൺട്രോൾ എന്നൊരു മെസ്സേജ് അവിടെ കാണാം. ആ റിമോട്ട് കൺട്രോൾ മെസ്സേജാണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം കൺട്രോൾ സ്റ്റേറ്റിലേക്ക് പോകും. അതായത് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മെസ്സേജസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മെസ്സേജസ് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ പറയുന്ന മെസ്സേജസ് അല്ലാതെ വേറെയും കുറേ മെസ്സേജസ് നിങ്ങൾക്ക് ആ കൺട്രോൾഡ് സ്റ്റേറ്റിൽ കിട്ടും. റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ആ കൺട്രോൾഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന മെസ്സേജസ് അല്ലാതെ എക്സ്ട്രാ മെസ്സേജസ് അവിടെ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുന്ന മെസ്സേജസ് ഒക്കെ അവിടെ കൺട്രോൾഡ് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? കുറേ സ്പേസസ് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റിനും സ്പേസസ് ഒന്നും ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഡയഗ്രത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വെദർ സ്പേസിന്റെ ഒരു സ്റ്റേറ്റ് ഡയഗ്രം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ഷട്ട് ഡൗൺ മോഡിന് ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെയുള്ള ഒരു ഫേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഷട്ട് ഡൗൺ മോഡിന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫേസ് വരെയുള്ള ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഫിഗറിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റീസ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ സിസ്റ്റം ഇറ്റ്സെൽഫ് എന്ന പവർ സേവിംഗ് മോഡിലേക്ക് പോകുന്നതും അതുപോലെ റണ്ണിങ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഡാറ്റ സമ്മറൈസ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വെദർ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. സീക്വൻസ് ഡയഗ്രത്തിൽ അങ്ങനെയായിരുന്നില്ല. സീക്വൻസ് ഡയഗ്രത്തിൽ എന്താ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഓരോ ഒബ്ജക്റ്റും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഒബ്ജക്റ്റും എങ്ങനെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതൊക്കെയാണോ എന്താണ് നമുക്ക് വേണ്ട ആ ഒബ്ജക്റ്റിനെ പറ്റി മാത്രം നമ്മൾ എന്ത് ഓപ്പറേഷനാണോ നടത്തേണ്ടത് ആ ഓപ്പറേഷൻ മാത്രം. ഇവിടെ പറഞ്ഞില്ലേ കൺട്രോൾഡിൽ നമ്മൾ എല്ലാ ഫംഗ്ഷൻസൊന്നും പെർഫോം ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ പറയുന്നതാണ് എക്സ്ട്രാ മെസ്സേജസ് റിസീവ് ചെയ്യും, ദെൻ അത് പെർഫോം ചെയ്യുന്ന ജസ്റ്റ് പറയുന്നത് ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. സോ സ്റ്റേറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ മോഡലാണ്. അത് ഒബ്ജക്റ്റിന്റെ ഓപ്പറേഷൻസ് റെപ്രസെന്റ് ചെയ്യാനുള്ള ഹൈ ലെവൽ മോഡലാണ്. ഹിയർ simple object cannot be represented because it can be easily described without using any state model. Okay, അപ്പോൾ ഇത്രയും റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഡിസൈൻ മോഡലിൽ പറയേണ്ടത്. സബ് സിസ്റ്റം മോഡൽ, ദെൻ സീക്വൻസ് മോഡൽ ആൻഡ് സ്റ്റേറ്റ് മോഡൽ. ഇന്റർഫേസ് സ്പെസിഫിക്കേഷനും ഡിസൈൻ പാറ്റേൺസും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് പാറ്റേൺ, അതിൻ്റെ എലമെന്റ്സ്, പിന്നെ അതിലെന്തൊക്കെ മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ് വേണമെന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിസൈൻ പ്രോബ്ലംസ് വരെ പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂ. A critical stage of software engineering is implementation. Because എല്ലാ പ്രോഗ്രാമും നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. ജസ്റ്റ് റിക്വയർമെന്റ്സ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എക്സിക്യൂട്ടബിൾ വേർഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആണല്ലോ. എക്സിക്യൂട്ടബിൾ വേർഷൻ, അതായത് റണ്ണിങ് കണ്ടീഷനിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്
നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചലഞ്ച്. സോ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, നമ്മൾ ഇംപ്ലിമെന്റേഷനും ആ ഇംപ്ലിമെന്റേഷനിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ആയാലും ലോ ലെവൽ പ്രോഗ്രാമിംഗ് ആയാലും ഇൻ ബോത്ത് കേസസ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് മെയിൻ ടാസ്ക് ആണ്. ആ മെയിൻ ടാസ്ക് എന്തൊക്കെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യാം, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം, ചലഞ്ചിങ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് 3 ഇഷ്യൂസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്ന് റിവ്യൂസ്, മറ്റൊന്ന് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, and another one is host target development. First one is reuse, another one is configuration management, and third one is host target development. Reuse വന്ന എന്താ, ഓൾറെഡി നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാകും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാകും. ആ കോമ്പണൻസിനെ നമ്മൾ റിയൂസ് ചെയ്യാം. Okay, most modern software is constructed by reusing existing components. Okay, we are developing software we should make use of as possible existing code. If already available ആയിട്ടുള്ള കോമ്പണൻസ് നമ്മൾ എന്ത് ചെയ്യണം, റിയൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താ പറയുന്നത്, കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറേ വേർഷൻസ് നമുക്ക് സോഫ്റ്റ്വെയറിന്റെ അവൈലബിൾ ആയിട്ടുണ്ട്. കുറേ സോഫ്റ്റ്വെയറിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഡിഫറെന്റ് വേർഷൻസ് തന്നെ നമ്മൾ കോൺഫിഗർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. ആ ഡിഫറെന്റ് വേർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഗർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അപ്പം കോൺഫിഗർ ചെയ്യുമ്പം വി കനോട്ട് യൂസ് ദി റോങ് വേർഷൻസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. നമുക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റോങ് വേർഷൻസ് നമ്മൾ യൂസ് ചെയ്യരുത്. അത് നമ്മൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് വൺ, ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ്. ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ് എന്ന് എന്താ, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലായിരിക്കും. ഇപ്പം ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന എൻ്റെ സിസ്റ്റത്തിലായിരിക്കും. അതാണ് ഹോസ്റ്റ് സിസ്റ്റം. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലായിരിക്കും. അത് റൺ ചെയ്ത് നോക്കുന്നത് വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലായിരിക്കും. അപ്പൊ അതെന്താണ് ടാർഗറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിൽ മാത്രമല്ല മറ്റ് സിസ്റ്റത്തിലും നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഹോസ്റ്റ് ടാർഗറ്റ് ഡെവലപ്മെന്റ്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റിയൂസ് ആണ്. ഈ 1960 മുതൽ 1990 വരെ എല്ലാ സോഫ്റ്റ്വെയർസും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ടൈമായിരുന്നു. അപ്പൊ അതിനുശേഷം ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലാ സോഫ്റ്റ്വെയർസും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോൾ പുതിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർസിനെ തന്നെ റീയൂസ് ചെയ്യും. ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർ അതിന്റെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ഒബ്ജക്റ്റ്, പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലൈബ്രറീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, റീയൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വീണ്ടും പുതിയതായിട്ട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, റീയൂസ് ചെയ്യും. അപ്പോൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് അതിന്റെ കോസ്റ്റും, പിന്നെ നമ്മൾ അത് റീയൂസ് ചെയ്യുമ്പോൾ കറക്റ്റ്ലി നമ്മൾ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ റീയൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ റിക്വയർമെന്റ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നും ചെക്ക് ചെയ്യണം, നമ്മുടെ കോസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്നും നോക്കണം. ഓക്കെ, മെയിൻലി എന്തെങ്കിലുമൊക്കെ ഈ കോസ്റ്റും അതുപോലെ പ്രഷറൊക്കെ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഏരിയാസ് ആയിരിക്കും. അതായത് ടെക്നോളജി ഇങ്ങനെ ഇംപ്രൂവൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയറിനെ തന്നെ നമ്മൾ റീയൂസ് ചെയ്ത് ഉപയോഗിക്കണം. അതിന്റെ കോസ്റ്റ് ഒക്കെ പ്രോബ്ലം ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിലൊക്കെ, അതായത് സയന്റിഫിക് ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ, എംബഡഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഏരിയയിലൊക്കെ, ബിസിനസ് ഏരിയാസിലൊക്കെ നമ്മൾ റീയൂസ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ റീയൂസിന് കുറച്ച് ലെവൽസ് ഉണ്ട്. അത് ഫസ്റ്റ് ലെവലാണ് അബ്സ്ട്രാക്ഷൻ ലെവൽ. അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. നമ്മൾ എന്താ ചെയ്യുന്നത്, അതിൽ ഉപയോഗിക്കുന്ന നോളജ് എന്താണോ ആ നോളജ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഉള്ള സോഫ്റ്റ്വെയർ എന്താണ് ആ സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യലല്ല. അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഹൈഡിങ് ദി ഇന്റേണൽ ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പൊ അബ്സ്ട്രാക്ഷൻ ലെവലിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യലല്ല, ജസ്റ്റ്
എന്താണ് അതിൽ ഉപയോഗിച്ചുള്ള നോളജ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നുള്ളത് ആ കോൺസെപ്റ്റ് ആയിരിക്കണം നമ്മൾ റീയൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസൈൻ പാറ്റേൺസ്, ആർക്കിടെക്ചറൽ പാറ്റേൺസ് ഒക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലും കുറെ അബ്സ്ട്രാക്ഷൻ ലെവലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലും റീയൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബ്സ്ട്രാക്ഷൻ ലെവലിൽ നമ്മൾ റീയൂസ് കോൺസെപ്റ്റ് ഡയറക്ട്ലി യൂസ് ചെയ്യില്ല, സോഫ്റ്റ്വെയർ ഡയറക്ട്ലി യൂസ് ചെയ്യലില്ല. The knowledge behind the software will be used. The method used in the software will be used. Next level ആണ് object level. Object level you can directly use the reuse the object from the library. എന്താ പറഞ്ഞത്, ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യലല്ല, അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീണ്ടും വീണ്ടും നിങ്ങൾ പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് എന്താണ്, ആ ഒബ്ജക്റ്റിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി അപ്രോപ്രിയേറ്റ് ലൈബ്രറീസ് ആൻഡ് ഒബ്ജക്ട് മെത്തേഡ്സ് ഫങ്ഷൻസ് വെൻ യു നീഡ് വാട്ട് യു നീഡ്. അതാണ് എന്തൊക്കെ ഫങ്ഷൻസ് ആണോ എന്തൊക്കെ മെത്തേഡ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ട് ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കലില്ല. നമുക്ക് വേണ്ടുന്ന ഏതാണ്, ഏതൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് വേണ്ടത്, ആ മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കണം, ഇമെയിൽ മെത്തേഡ് അത് ജാവ ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ജാവ മെയിൽ ലൈബ്രറി. അല്ലാതെ അതിനുവേണ്ടി ജാവയിലുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കണ്ട. ജാവയിൽ എന്തൊക്കെ ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ടോ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ അത് കംപ്ലീറ്റ് യൂസ് ചെയ്യണ്ട. ജാവ യൂസ് ചെയ്തിട്ട് മെയിൽ അയക്കണം എന്നാണെങ്കിൽ ജാവ മെയിൽ ലൈബ്രറി എന്ന് പറയുന്ന ഒബ്ജക്ട് ലൈബ്രറി ഫങ്ഷൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ആക്സെപ്റ്റ് ചെയ്യാൻ മതി. ബട്ട് ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി യു ക്യാൻ റീയൂസ്. അബ്സ്ട്രാക്ഷനിൽ എന്താ പറഞ്ഞത്, ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പാടില്ല. നോളജ് എന്താണ്, നോളജ് മാത്രം റീയൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ബട്ട് ഒബ്ജക്റ്റിൽ അങ്ങനെയല്ല, ഒബ്ജക്റ്റ് ഡയറക്ട്ലി യൂസ് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് എവർ യു നീഡ് അത് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. തേർഡ് വൺ കോമ്പണന്റ് ലെവൽ. കോമ്പണന്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ ഒബ്ജക്റ്റിന്റെ കളക്ഷനും ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ ക്ലാസ്സും അതൊക്കെ അവിടെ ഉണ്ടാവും. എന്തൊക്കെ ഫംഗ്ഷൻ ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യാം. എന്തൊക്കെ കോമ്പണൻസാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കോമ്പണൻസിന് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാം. പക്ഷെ അഡാപ്റ്റ് ചെയ്യുമ്പം യു ക്യാൻ എക്സ്റ്റെൻഡ് ദി കോമ്പണൻസ് ബൈ ആഡിങ് സം കോഡ് ടു ദം. നിങ്ങൾ കോമ്പണന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പണന്റ് അഡാപ്റ്റ് ചെയ്യാം, പക്ഷെ അതിന് കൂടുതലായിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഷൻ അതിലേക്ക് ആഡ് ചെയ്ത് ചേർക്കാം. ഡയറക്റ്റ് യൂസ് ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. കോമ്പണൻസ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യണോ അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവന്റ് ഹാൻഡിൽ ചെയ്യാം, അതുപോലെ ഡിസ്പ്ലേ മാനേജ് ചെയ്യാം, പിന്നെ എന്തെങ്കിലും ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ. അപ്പൊ അതിലൊക്കെ കോമ്പണൻസ് വരും. പക്ഷേ ആ കോമ്പണൻസിൻ്റെ അത് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്ത് ചേർക്കുന്നതിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ അത് ആ ഫീച്ചറിന് അല്ലെങ്കിൽ ആ കോമ്പണന്റിന് അത് റിക്വയർ ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് മാത്രമേ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റൂ. എന്തെങ്കിലും ചലഞ്ചിങ് കോമ്പണന്റ് എന്തെങ്കിലും കാരണത്താൽ വേസ്റ്റ് ചെയ്യാതായി പോകുന്നതിനുള്ള ഒരു പ്രോബ്ലം മാത്രം നിങ്ങളവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കോമ്പണന്റ് ലെവലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. The last level is system level. System level. Here we can reuse the entire application system. എന്താണ് നമ്മുടെ കോമ്പണന്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സിസ്റ്റം ആപ്ലിക്കേഷൻ, എന്താണ് ആ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റീയൂസ് ചെയ്യാം. അതിനൊരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫങ്ഷൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സിസ്റ്റം ലെവലിൽ ഫുൾ ആപ്ലിക്കേഷനാണ് നിങ്ങൾ റീയൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫുൾ ആപ്ലിക്കേഷൻ റീയൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം, മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും ഫങ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തൊക്കെയാണ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് വരേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അധിക ആപ്ലിക്കേഷൻസും നമ്മുടെ ജനറിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ജനറിക് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ റീയൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ബട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ റീയൂസ് ചെയ്യുമ്പം എന്താണ് എൻ്റെ ബെനിഫിറ്റ്, നമുക്ക് ക്വിക്ലി നമ്മുടെ നീഡ്സ് ചെയ്യാൻ പറ്റും അല്ലേ. പുതിയതായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സമയം നമ്മൾ എടുക്കണ്ട. എന്താണ് നമുക്ക് ക്വിക്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള
സോഫ്റ്റ്വെയർസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അവിടെ അപ്പോൾ റിസ്ക് കുറവായിരിക്കും. അതാണ് മെയിനായിട്ടുള്ളത്, റിസ്ക് കുറവായിരിക്കും. ബട്ട് അവിടെ കോസ്റ്റ് എന്ന് പറയുന്ന ആള് ലോവർ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, റീയൂസ്ഡ് സോഫ്റ്റ്വെയർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് റീയൂസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം നമ്മുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇവിടെ കോസ്റ്റിനൊരു റീയൂസ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോസ്റ്റ് അതുപോലെ ടൈം സ്പെൻഡ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കണം. ഹൈ ലെവൽ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പം റീയൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോസ്റ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് നമ്മൾ ആദ്യം നോക്കണം. അതുപോലെ ടൈം ചില സോഫ്റ്റ്വെയർസ് ചില സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും, കോംപ്ലക്സിറ്റി ഇൻക്രീസ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ കോസ്റ്റും ടൈം സ്പെൻഡും. ഓക്കെ. പിന്നെ നമ്മുടെ എന്താണോ നമ്മുടെ റിക്വയർമെന്റ്, ആ റിക്വയർമെന്റിന് വേണ്ടുന്ന ആപ്ലിക്കേഷനാണല്ലോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ റിക്വയർമെന്റിന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. അല്ലാതെ മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ടൈമും അതേപോലെ തന്നെ പൈസയും രണ്ട് കാര്യങ്ങളും പ്രശ്നമായിരിക്കും. നമുക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ചൂസ് ചെയ്യാം. നമ്മുടെ എൻവയോൺമെന്റിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യാം. ഈ ഹൈ ലെവൽ ആപ്ലിക്കേഷൻസ് ഇപ്പം കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് ഒക്കെ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ കോസ്റ്റ് കൂടുന്ന സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ പുതുതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ ഉണ്ടാക്കുന്നതായിരിക്കും അതിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഏതാണ് നമുക്ക് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ എന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നോക്കണം. കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. നമ്മൾ 3 ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു റീയൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ്. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എപ്പോഴും ആബ്സല്യൂട്ട് ആയിട്ട് എസെൻഷ്യൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടീമിന് ഓൾവേസ് എൻഷുർ ദാറ്റ് അതേഴ്സ് വിൽ നോട്ട് ഇന്റർഫിയർ ദ വർക്ക്. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് മറ്റൊരാൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്താണ്, നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ അകത്ത് വേറൊരാളുടെ ഇന്റർഫിയർ വന്നു കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഓക്കെ ഇപ്പൊ 2 പേര് ഒരു കോമ്പണന്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ 2 പേരുടെ ഐഡിയാസ് മാത്രം അതിൽ യൂസ് ചെയ്താൽ മതി. അവരുടെ മാത്രം ഉണ്ടാവും. അപ്പൊ അവർ മാത്രം അതിൽ ചേഞ്ചസ് വരുത്താം. ഈ ചേഞ്ച് മാനേജ്മെന്റ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എല്ലാവരുടെയും ഒപ്പീനിയൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. ബട്ട് ആ വർക്ക് ചെയ്യുന്നതിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അതായത് എല്ലാവരും അതിനകത്ത് ഇന്റർഫിയർ ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റാതെ ആരൊക്കെയാണോ ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർക്ക് മാത്രം, ടീം മെമ്പേഴ്സിന് മാത്രം അതിൽ എന്താണ് ചേഞ്ചസ് വരുത്താനുള്ള ഒരു പെർമിഷൻ കൊടുക്കുക. ഓക്കെ. ഇനി അതല്ല, ഇത് നമുക്ക് കോർഡിനേഷൻ ഉണ്ടാവണം. അതാണ് മെയിനായിട്ട് പറയുന്നത്. കോർഡിനേഷൻ ഉണ്ടാവണം. കാരണം കൺട്രോൾഡ് വേയിലായിരിക്കണം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മറ്റേയാളോട് പറയാൻ പറ്റണം, ഇത് ഇന്ന ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്താം. അവരങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചേഞ്ചസ് വരുത്താം. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജനറൽ പ്രോസസ് ഓഫ് മാനേജിങ് ചേഞ്ചിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം. എന്തിനാണ് നമ്മൾ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത്? ഇന്റഗ്രേഷൻ പ്രോസസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറെ ആൾക്കാർ അവരുടെയൊക്കെ ഐഡിയാസ് പറയുമ്പം അവർ ഇന്റഗ്രേറ്റ് ചെയ്യൽ, ആ ഐഡിയാസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ട് കോഡ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ പ്രൊജക്ട് കോഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾഡ് ആൻഡ് സ്ട്രക്ചേർഡ് വേ ഓഫ് ഡെവലപ്പിംഗ് ആയിരിക്കണം. ഇനി ചേഞ്ചസ് വരുത്തുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ മെയിൻലി അറിഞ്ഞിരിക്കണം എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, പുറമേ നിന്നുള്ള ഒരാൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റാത്ത രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി അത് മാത്രമല്ല, കുറേ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്.
First one is version management. First one, version management. Different versions of the software components are available, so you can include the version what you need. ഏതാണ് നിങ്ങൾക്ക് വേണ്ട വേർഷൻ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ വേർഷൻ ആയിരിക്കണം നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, വേർഷൻ സെലക്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഡിഫറെൻറ്റ് വേർഷൻസ് നമുക്ക് സോഫ്റ്റ്വെയർ കോമ്പണൻസിൻ്റെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏത് വേർഷനാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. പിന്നെ വേർഷൻ ഈ നമ്മുടെ ഡെവലപ്പേഴ്സ് ഓവർ റൈറ്റ് ചെയ്യില്ല. അതായത് 2 പേരാണ് ഇപ്പം ടീമിലുള്ളതെങ്കിൽ ആ ടീമിൽ ഒരാൾ ഓവർ റൈറ്റ് ചെയ്യും. ഓവർ റൈറ്റ് ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യും. അത് മറ്റൊരാൾക്ക് അത് കാണാനും അത് ആ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റണം. ഇപ്പോൾ വേർഷൻ മാനേജ്മെന്റിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. ആ വേർഷൻ അവൈലബിൾ ആയാലും ഏതിലാണോ നമ്മുടെ റിക്വയർമെന്റ്സിന് വേണ്ടത് ആ വേർഷൻ മാത്രം സെലക്ട് ചെയ്യാം. ടീം മെമ്പേഴ്സ് ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ എന്താണ്, ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് വിസിബിൾ ആകാനും പറ്റണം, അത് മനസ്സിലാക്കാനുള്ള ജയം ഉണ്ടാവണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിസ്റ്റം ഇന്റഗ്രേഷൻ. ഡിഫറെൻറ്റ് കോമ്പണൻസ് ഉണ്ട്, അപ്പോൾ ഡിഫറെൻറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഐഡിയാസ് അവരുടെ ഒക്കെ വേർഷൻസ് കോർഡിനേറ്റ് ചെയ്യുക, അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം എന്താ, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഒപ്പീനിയൻ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി പിന്നെ കമ്പൈൽ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അതായത് കൂടുതലായിട്ടുള്ള കോമ്പണൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കോമ്പണൻസ് എന്താണ് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ലിങ്ക് ആവുകയും ചെയ്യും. അത് എക്സിക്യൂട്ട് ചെയ്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. നമുക്ക് പുതിയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, എന്നൊന്നും പ്രശ്നമില്ല. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്താണ്, അത് ഓട്ടോമാറ്റിക്കലി അതിനോട് ലിങ്കായി എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. അല്ലാത്ത വെച്ചാൽ അതെന്താണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് വർക്ക് ആവും. ഓക്കെ, തേർഡ് വന്നാണ് പ്രോബ്ലം ട്രാക്കിങ്. പ്രോബ്ലം ട്രാക്കിങ് എന്താ, ബഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബഗ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ബഗ്സിനെ റിപ്പോർട്ട് ചെയ്യണം. ബഗ്സ് റിപ്പോർട്ടിങ് മാത്രമല്ല, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പ്രോബ്ലം ട്രാക്കിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ, റിലീസ് മാനേജ്മെന്റ്. റിലീസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ന്യൂ വേർഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാം കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം. പ്ലാനിങ്ങോടുകൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, റിലീസ് ചെയ്യാവുള്ളൂ. ഒരു പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ്ങോടുകൂടി മാത്രമേ നമ്മൾ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ കോൺഫിഗറേഷൻ മാനേജ്മെന്റിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് വേർഷൻ മാനേജ്മെന്റ്, സെക്കൻഡ് വൺ സിസ്റ്റം ഇന്റഗ്രേഷൻ, തേർഡ് വൺ പ്രോബ്ലം ട്രാക്കിംഗ്, ആൻഡ് ലാസ്റ്റ് വൺ റിലീസ് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ?